In food processing, the heat is transferred by ഏതൊക്കെ മോഡാണ്? Both 1 and 2 ആണ്. Conduction and convection. കണ്ടക്ഷൻ ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും. അതിന്റെ തിയററ്റിക്കലി അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ? ഇല്ല. അതായത് നമ്മളൊരു സാധനം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ വെസലിൽ നിന്നുള്ള ചൂടും വരും, നമ്മളുടെ ഹീറ്റിംഗ് സ്റ്റീമിൽ നിന്നുള്ള ചൂടും വരും. സോ in food processing, heat could be transferred by conduction and convection. So the answer is C. Okay. Next question is the objective of multiple effective operation. Multiple effective operator എന്താണെന്നറിയോ? ഇല്ല. ഓക്കെ, മൾട്ടിപ്പിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം സങ്കല്പിക്കുക. ഇവാപ്പറേറ്റർ എന്ന ഘടന, ബേസിക് ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഓപ്പണിംഗ് ആലോചിക്കുക. ഒരു സ്റ്റീമിന്റെ ഇൻലെറ്റ് ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ഫീഡിന്റെ ഇൻലെറ്റ് ഉണ്ടാവും, പിന്നെ പ്രൊഡക്റ്റ് പുറത്തെടുക്കാനായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും, പിന്നെ വേപ്പർ പുറത്തു പോകാനായിട്ട് ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ 4 ഓപ്പണിങ്സ് ഉള്ള സാധനമാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയാം. അതായത് നമ്മൾ സ്റ്റീം കടത്തി വിട്ടിട്ട് അല്ലെങ്കിൽ ഹീറ്റ് കടത്തി വിട്ടിട്ട് ഒരു സാധനത്തിൽ നിന്ന് വാട്ടർ കണ്ടന്റ് കുറച്ചിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവാപ്പറേഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു സ്റ്റീം ഇൻലെറ്റ് ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ഇൻലെറ്റ് ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റ് ഉണ്ടാവും, ഒരു വേപ്പർ ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ സിംഗിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ, ഇവാപ്പറേറ്ററിന്റെ ബേസിക് സ്ട്രക്ചർ പിന്തുടർന്ന് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ആണ് സിംഗിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ഇപ്പോൾ സിംഗിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം കടത്തി വിടുന്നു, സ്റ്റീമിന്റെ ഇൻലെറ്റിലൂടെ സ്റ്റീം കടത്തി വിടുന്നു, നമ്മൾ പ്രൊഡക്റ്റിന്റെ ഇൻലെറ്റിലൂടെ പ്രൊഡക്റ്റും കടത്തി വിടുന്നു. അപ്പൊ ഈ സ്റ്റീമിന്റെ ചൂടേറ്റിട്ട് ഈ പ്രൊഡക്റ്റിലുള്ള വെള്ളം വേപ്പറൈസ് ആയി ഏത് ഔട്ട്ലെറ്റിലൂടെ പുറത്തു പോകും? ഏഞ്ചലിന് പറയാൻ പറ്റുമോ? ഏത് ഔട്ട്ലെറ്റിലേക്ക്? നമ്മൾ സ്റ്റീം പ്രൊഡക്റ്റിനായിട്ട് കോണ്ടാക്ട് വന്നിട്ട് പ്രൊഡക്റ്റിലുള്ള വാട്ടർ വേപ്പറൈസ് ചെയ്തിട്ട് വേപ്പറിന്റെ ഔട്ട്ലെറ്റിലൂടെ പുറത്തു പോകും. ഓക്കെ, അങ്ങനെ വേപ്പറിന്റെ ഔട്ട്ലെറ്റിലൂടെ പുറത്തു പോയി വേപ്പർ വാട്ടർ റിമൂവ് ആയ ഒരു ഫുഡ് നമുക്ക് പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റിലൂടെ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നാല് മെയിൻ ഓപ്പണിംഗ് ഉണ്ടെന്ന് ആലോചിക്കുക. 2 ഇൻലെറ്റ്, അതായത് സ്റ്റീമിന്റെ ഇൻലെറ്റും ഒന്ന് ഫീഡിന്റെ ഇൻലെറ്റും, 2 ഔട്ട്ലെറ്റ്, ഒന്ന് വേപ്പറിന്റെ ഇൻലെറ്റും ഒന്ന് പ്രൊഡക്റ്റിന്റെ ഔട്ട്ലെറ്റും. ഇത്ര മനസ്സിലായോ? ക്ലിയർ അല്ല. അപ്പൊ സിംഗിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ കടന്നു പോകുന്ന ഒരു സാധനമാണ്. ഇനി അത് മൾട്ടിപ്പിൾ ഇഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വേറൊരു സ്ട്രക്ചർ കൂടി ആലോചിക്കാം. ഈ സെയിം സാധനം 2 ഇൻലെറ്റും 2 ഔട്ട്ലെറ്റും. ഓക്കെ, പക്ഷെ അവിടെ എന്താണ് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഇവാപ്പറേറ്റർ, ഫസ്റ്റത്തെ സ്ട്രക്ചറിൽ നിന്നും ഔട്ട് പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? എഞ്ചിന് പറയാൻ പറ്റുമോ? ഔട്ട്ലെറ്റിൽ നിന്നും പുറത്തോട്ട് പോകുന്ന എന്തൊക്കെയായിരുന്നു? ഔട്ട്ലെറ്റിൽ നിന്നും പ്രൊഡക്റ്റും വേപ്പറും. ഈ വേപ്പർ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഇവാപ്പറേറ്ററിന് സ്റ്റീം ഇൻലെറ്റിലൂടെ വേപ്പർ കടത്തിവിടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ വേപ്പർ നമുക്ക് അടുത്ത ഇവാപ്പറേറ്ററിലെ സ്റ്റീം സോഴ്സ് ആയിട്ട്, സ്റ്റീം ഇൻലെറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്റ്റീം സോഴ്സ് ആയിട്ട്, ഹീറ്റിംഗ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ അതിനാണ് ഡബിൾ എഫക്റ്റീവ്. അതുപോലെ 2 ഇവാപ്പറേറ്റർ സ്ട്രക്ചർ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഡബിൾ എഫക്റ്റീവ് ഓപ്പറേറ്റർ എന്ന് പറയുന്നു. 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ എഫക്ട് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ഇവാപ്പറേറ്റേഴ്സ് കൂടുന്ന അത്രത്തോളം എഫക്ട് നമുക്ക് കൂട്ടി വരാൻ പറ്റുന്നു. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ഓവറോൾ സ്റ്റീം എക്കോണമി. ഇത് നടക്കുവോ അവിടെ? സ്റ്റീം എക്കോണമി ഉണ്ടാവും. ഓക്കെ, സ്റ്റീം എക്കോണമി ഉണ്ടാവും. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. അപ്പൊ എ കറക്റ്റ് ആണ്. ഇൻക്രീസ് ദ പ്ലാന്റ് കപ്പാസിറ്റി, അതും ചെയ്യാൻ പറ്റൂലേ? പറ്റും. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആൻസർ വരാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, വിച്ച് ലോ ഇൻ മാസ് ട്രാൻസ്ഫർ ഈസ് സിമിലർ ടു ഫോറിയേഴ്സ് ലോ ഫോർ ദ ഹീറ്റ് ട്രാൻസ്പോർട്ട്? സിമ്പിൾ ഓപ്ഷൻ ആണ്. എന്തായിരുന്നു? ഫിക്സ് ലോ. അതായത് എന്തായിരുന്നു മറ്റേ നമ്മളുടെ ഫോറിയേഴ്സ് ലോയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? അതായത് ഫോറിയേഴ്സ് ലോ പറയുന്നത് Q മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് അല്ലെ? അതിനകത്ത് എ എന്തായിരുന്നു? ഏരിയ. ഡി ടി എന്തായിരുന്നു? ടൈം ചേഞ്ച് ആണോ? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ നമുക്ക് ടൈം ചേഞ്ച് ആണ് അത്യാവശ്യമായിട്ടുള്ളത്. ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, ഡി ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഡി എക്സ് എന്തായിരുന്നു?
അതിന്റെ തിക്നെസ്. അതായത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ, ഇറ്റ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ്. ഇതാണ് എന്ത് പറയുന്നത്? ഫോറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നത്. മറിച്ച് നമ്മൾ ഫിക്സ് ലോ പറയുകയാണെങ്കിൽ M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു DC. DC എന്ന് പറഞ്ഞാൽ എന്ത് ചേഞ്ച് ആയിരിക്കും? നമ്മളുടെ മാസ് ടെമ്പറേച്ചർ ചേഞ്ചിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ മാസ് ട്രാൻസ്ഫറിൽ എന്ത് ഡിഫറൻസ് ആയിരിക്കും? കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആയിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓർ DL. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് ട്രാൻസ്ഫർ പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സ് ലോ പറയുന്നത്. അപ്പൊ ഫോറിയേഴ്സ് ലോ എങ്ങനെയാണോ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് ഫിക്സ് ലോ നമ്മൾ മാസ് ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഫിക്സ് ലോ. മിക്സിംഗ് ഓഫ് ടു ഫ്ലൂയിഡ്സ് ഈസ് എന്ത് പ്രോസസ് ആയിരുന്നു? ഇറിവേഴ്സിബിൾ. അതിന്റെ തിയറി എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ, സോ മിക്സിംഗ് ഓഫ് ടു ഫ്ലൂയിഡ്സ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല, ക്ലിയർ ആണ്. Okay, fine. Air blast freezers uses dash type of convection for efficient heat exchange. ഏതായിരുന്നു? നാച്ചുറൽ കൺവെൻഷൻ. ബി ആണ്. ആൻസർ ഈസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. എന്താണ് ഈ നാച്ചുറൽ കൺവെക്ഷൻ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയോ നാച്ചുറൽ കൺവെക്ഷൻ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്തായിരുന്നു? ഓക്കെ, നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മൾ നാച്ചുറലി തന്നെ ഒരു സാധനത്തിൽ നിന്നും നമ്മൾ എയർ വീശി കൊടുക്കുക, അല്ലെ വീശിയല്ല, നമ്മൾ നോർമലി ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മളൊരു തീ കൂട്ടിയിട്ട് കത്തിക്കുകയെന്ന് വിചാരിക്കുക. തീ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പുക പുറത്തു പോകുന്നു. അപ്പൊ പുക പുറത്തു പോകുന്ന ആ പുകയുടെ മൂവ്മെന്റ് ഒരു തരത്തിലുള്ള നാച്ചുറൽ കൺവെക്ഷൻ ആണ്. മറിച്ച് ഞാൻ അവിടെ ഒരു ഫാൻ കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പുകയ്ക്ക് എന്താണ് പറ്റുക? ആ പുകയുടെ മൂവ്മെന്റിന് എന്ത് സംഭവിക്കും? അത് കൂടുതൽ സ്പ്രെഡ് ആവും, കൂടുതൽ വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്തു തുടങ്ങും. ഓക്കെ, അങ്ങനെ ആ ഒരു എക്സ്റ്റേണൽ സാധനം വെച്ചിട്ട്, ഒരു എക്സ്റ്റേണൽ ഏജന്റ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ കൂട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു കൺവെക്ഷനാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിൽ ഉപയോഗിക്കുന്നത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. കാരണം വലിയ വലിയ ഫാനുകൾ ഉപയോഗിച്ചിട്ട് തണുപ്പ് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്ത് വിട്ടിട്ടാണ് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ they work on the principle of forced convection. Okay, and natural convection is also called as, option തന്നെ ഉണ്ട്, natural convection is also called as free convection. Okay, HLB values of wetting agents are, എന്താണ് ഈ wetting agents, എന്താണ് HLB value? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? HLB values എന്തായിരുന്നു? What is the full form of HLB value? ഹൈഡ്രോഫിലിക്, ലിപ്പോഫിലിക്, ബാലൻസ് വാല്യൂ. അതെ, HLB വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ് വാല്യൂ എന്നാണ് HLB വാല്യൂവിന് നമ്മൾ പറയുന്നത്. ഓക്കെ, വെറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിലത്തെ, സപ്പോസ് ഇപ്പൊ നമ്മൾ ഓയിലും വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു വിചാരിക്കാം. ഈ ഓയിലും വാട്ടറും തമ്മിലുള്ള സർഫസ് ടെൻഷൻ കുറച്ച് ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഒരു മിക്സിങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹോമോജിനിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർഫാക്ടന്റ്. അതുകൊണ്ട് തന്നെ ഈ HLB വാല്യൂസ്, ഇങ്ങനെ സർഫാക്ടന്റ് ആയിട്ട് ഇതിനെ ആക്ട് ചെയ്യണമെങ്കിൽ ഇതിന് വളരെ വലിയ രീതിയിലുള്ള ഹൈഡ്രോഫിലിക് വാല്യൂ ഉണ്ടാവണം, വളരെ ലോ വാല്യൂ ഓഫ് ലിപ്പോഫിലിസിറ്റി ഉണ്ടാവണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ HLB വാല്യൂ എന്ന ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസിൽ ഹൈഡ്രോഫിലിക് വാല്യൂ കൂടുതലാവുകയും ലിപ്പോഫിലിക് ബാലൻസ് കുറയുകയും ചെയ്താൽ, ലിപ്പോഫിലിക് വാല്യൂ അല്ലെങ്കിൽ ലിപ്പോഫിലിസിറ്റി കുറയുകയാണെങ്കിൽ HLB വാല്യൂ നമുക്ക് കൂടുതലാണെന്ന് പറയാൻ പറ്റും. വെറ്റിംഗ് ഏജൻസിൽ HLB വാല്യൂ കൂടുതലാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ HLB വാല്യൂ എപ്പോഴാണ് ഹയർ ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോഫിലിസിറ്റി കൂടുകയും ലിപ്പോഫിലിസിറ്റി കുറയുകയും ചെയ്യുമ്പോൾ HLB വാല്യൂ നമ്മൾ ഹൈ ആണെന്ന് പറയുന്നു. ഓക്കെ, വെറ്റിംഗ് ഏജൻസിന് ഹൈഡ്രോഫിലിസിറ്റി കൂടുതലാണ്, ലിപ്പോഫിലിസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ HLB വാല്യൂസിന് ഹൈ വാല്യൂ ഓഫ് HLB ആണ്. സോ ദേ വിൽ ബി ഹാവിംഗ് ഹൈ HLB വാല്യൂ. ഇത് ക്ലിയർ ആണോ?
Which filtration technique is used to separate out yeast and plant pigments? So then already in it's a microfiltration. Okay, the concept of heat resistance in a steady state heat transfer is analogous to എന്തായിരുന്നു? Ohm's law. Ohm's law ആയിരുന്നു. Okay. അടുത്താണ് the type of fouling in which the deposited liquid component solidified on a subcooled surface is called as. ആ type of fouling നമ്മൾ എന്ത് വിളിക്കും? അല്ലെങ്കിൽ അതിനെ എന്തിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫൗളിംഗ് ആണ്? Freezing. Freezing. Okay, fine. In a forced circulation evaporator, temperature difference across the heating surface in the heat exchanger is usually എത്ര ഡിഗ്രി ആയിരുന്നു? 4 to 5 degrees Celsius. 4 to 5 degrees Celsius. അതായത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഫീഡിനെ കടത്തി വിടാനായിട്ട് ഫോഴ്സ് ചെയ്ത് കടത്തി വിടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ആണ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്ററിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ പ്രോസസ് നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റഡ് സർഫസിലും ഈ പറയുന്ന ഫുഡ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മിനിമം 4 to 5 degrees Celsius ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുകയുള്ളൂ. ദ ആൻസർ ഈസ് 4 to 5 degrees Celsius. The main unit operation that is used to filter water from all soluble solid is called as എന്തായിരുന്നു? Filtration. ഏതാ? Option A. Option A, hyper filtration. It is also called as Reverse osmosis. Osmosis. reverse osmosis. Hyperfiltration is also called as reverse osmosis. വെള്ളത്തിൽ നിന്നും സോല്യൂബിളും സോല്യൂബിൾ അല്ലാത്ത എല്ലാവിധ പാർട്ടിക്കിൾസും അവരുടെ ചെറിയ പോർ സൈസ് കൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന കെൽപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ടെക്നിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ്. ആൻഡ് ദിസ് റിവേഴ്സ് ഓസ്മോസിസ് is also called as hyperfiltration. ഇതും നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർ യൂണിഫോം മിക്സേഴ്സ് ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് Low. ലോ വാല്യൂ ആയിരിക്കണം. നമ്മൾ രണ്ടെണ്ണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ എങ്ങനെയാണോ ഇവർ ഇനീഷ്യലി ഉണ്ടായിരുന്നത് ആ തരത്തിലുള്ള ഒരു ഹോമോജിനിറ്റി ഇവർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള മിക്സിംഗ് നടന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നിന്നും അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും അത് എത്രത്തോളം ഡീവിയേറ്റഡ് ആയി എന്നതിന്റെ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ രണ്ട് ലിക്വിഡ്സ് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഇനീഷ്യലി എത്രത്തോളം അത് ഹോമോജീനസ് ആയിരുന്നു ആ ഹോമോജിനിറ്റി മിക്സ് ചെയ്തതിന് ശേഷവും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ മാത്രമുള്ളെങ്കിൽ അത് അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരൊരു യൂണിഫോം മിക്സ്ചർ ആണെങ്കിൽ അവർക്കുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ വളരെ ലോ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് എ. അതോ ക്ലിയർ ആണോ? ക്ലിയർ അല്ലത്? Yes, sir. Okay. Dash number is the ratio of the heat transfer by conduction to that of the heat transfer by conduction. ഏതായിരുന്നു? ഡയമെൻഷൻസ് നമ്പേഴ്സ് ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് വരിക. നസൽട്ട് നമ്പർ. ആൻസർ ഈസ് നസൽട്ട് നമ്പർ ആണ്. നസൽട്ട് നമ്പർ ഈ ഒരു ഓപ്ഷൻസിൽ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ആൻസർ ഈസ് ഡി. സെപ്പറേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ ഓഫ് ബിയർ കുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? Basket centrifuge. ബാസ്കറ്റ് ആയിരുന്നോ? ബാസ്കറ്റ് ആണോ, ട്യൂബുലാർ ബോൾ ആണോ, നോസിൽ ആണോ, കൺവെയർ ബോൾ ആണോ? അതൊറ്റ കാര്യമല്ല ചോദ്യം. ഈ കൺവെയർ ബോളും ട്യൂബുലാർ ബോളും ഒക്കെ വളരെ വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ്സിന് ഉപയോഗിക്കും. ആൻസർ ഈസ് നോസിൽ സെൻട്രിഫ്യൂജ്. നോസിൽ സെൻട്രിഫ്യൂജ് ആണ് ബിയറിന്റെ ക്ലാരിഫിക്കേഷൻ. നമ്മൾ ഇതിനകത്ത് ബാക്കി കാണുന്ന ട്യൂബുലാറും ബാസ്കറ്റും കൺവെയർ ബോളൊക്കെ കുറച്ച് വിസ്കോസിറ്റി ഉള്ള സാധനങ്ങളെ ക്ലാരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂസ് ആണ്. ബിയർ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി വളരെ കുറവാണ്. സോ ദേ കുഡ് ബി clarified by the use of nozzle centrifuge. Dash is a type of filtration that falls between conventional filtration and ultrafiltration in terms of pore size. ഏതായിരുന്നു? അൾട്രാഫിൽട്രേഷനും കൺവെൻഷണൽ ഫിൽട്രേഷന്റെ ഇടയിൽ പോർ സൈസ് വരുന്ന ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ഏതായിരുന്നു? Option B.
പെർവാപ്പറേഷൻ ആണോ? എന്തായിരുന്നു പെർവാപ്പറേഷൻ? പെർവാപ്പറേഷൻ ഓർമ്മയില്ല എന്തായിരുന്നു? Micro filtration, sir. ആൻസർ ഈസ് മൈക്രോ ഫിൽട്രേഷൻ. റിവേഴ്സ് അതിന്റെ ഓപ്ഷൻസ് നമുക്ക് ഓരോന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഹൈപ്പർ ഫിൽട്രേഷൻ ഒരിക്കലും വരില്ല, കാരണം ഹൈപ്പർ ഫിൽട്രേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് എന്തായിരുന്നു? ഓൾസോ കോൾഡ് ആസ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് പോർ സൈസ് ഉള്ള സാധനമാണ് ഹൈപ്പർ ഫിൽട്രേഷൻ. അതുകൊണ്ട് ഒരിക്കലും അതാവില്ല. ഈ പെർവാപ്പറേഷൻ ആൻഡ് അയോൺ എക്സ്ചേഞ്ച് അത് ബോത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താ പറയാ ഫിൽട്രേഷൻ ടെക്നിക്സ് ആണ്. പെർവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമിയേറ്റ്സിനെ, അതായത് ഈ സാധനങ്ങൾ നമ്മുടെ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന പെർമിയേറ്റ്സിനെ വേപ്പറൈസ് ചെയ്ത് മാറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിൽട്ടർ സെപ്പറേഷൻ ടെക്നിക്കാണ് പെർവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അയോണിക് അഫിനിറ്റി കാരണം അവർ തമ്മിലുള്ള അയോണിക് അഫിനിറ്റി കാരണം പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഫിൽട്രേഷൻ ആണ് അയോൺ എക്സ്ചേഞ്ച്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മൈക്രോ ഫിൽട്രേഷൻ. അപ്പോ ഏറ്റവും കൺവെൻഷണൽ ഫിൽട്രേഷനും അൾട്രാ ഫിൽട്രേഷന്റെ ഇടയിൽ പോർ സൈസ് കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് മൈക്രോ ഫിൽട്രേഷൻ. അപ്പോൾ കൺവെൻഷണൽ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പോർ സൈസ് വെച്ചിട്ട് വരുന്നത് മൈക്രോ ഫിൽട്രേഷൻ ആണ്, പിന്നെ വരുന്ന അൾട്രാ ഫിൽട്രേഷൻ ആണ്, പിന്നെ വരുന്ന നാനോ ഫിൽട്രേഷൻ ആണ്, പിന്നെ വരുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് ആൻസർ ഡി, ദാറ്റ് ഈസ് മൈക്രോ ഫിൽട്രേഷൻ. ഇത് നിങ്ങൾക്ക് പറയാലോ, ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയോ ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നുണ്ട് പറയുന്നത്? ഏതാ? അറേഞ്ച് ദ ഫോളോയിങ് ഫിൽട്രേഷൻ ഓപ്പറേഷൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ പ്രഷർ. അത് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും, പ്രഷറും പോർ സൈസ് ഒക്കെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന്. അത് ജനറലി നമ്മൾ ആലോചിച്ചാൽ മതി. പോർ സൈസ് കുറവാകുമ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുക, പോർ സൈസ് കൂടുമ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ പോർ സൈസും പ്രഷർ റിലേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് പറയാം? Option B. ഹലോ, ഓപ്ഷൻ ബി. അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കൺവെൻഷണൽ ഫിൽട്രേഷനും അൾട്രാ ഫിൽട്രേഷന്റെ ഇടയിൽ വരുന്ന ഒരു സാധനമാണ് മൈക്രോ ഫിൽട്രേഷൻ. അതുകൊണ്ട് തന്നെ മൈക്രോ ഫിൽട്രേഷൻ അൾട്രാ ഫിൽട്രേഷനേക്കാളും പോർ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് അൾട്രാ ഫിൽട്രേഷനേക്കാളും കുറവ് പ്രഷർ മതി മൈക്രോ ഫിൽട്രേഷൻ. അതുകൊണ്ട് തന്നെ മൈക്രോ ഫിൽട്രേഷൻ ഹാസ് എ ലോവസ്റ്റ് പ്രഷർ, ഫോളോഡ് ബൈ അൾട്രാ ഫിൽട്രേഷൻ, ഫോളോഡ് ബൈ നാനോ ഫിൽട്രേഷൻ ആൻഡ് ഫോളോഡ് ബൈ റിവേഴ്സ് ഓസ്മോസിസ്. ഇനി തിരിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിക്കാം, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് പ്രഷർ, പോർ സൈസ് കൂടുന്തോറും പ്രഷർ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവേണ്ട ആൾക്ക് ഏറ്റവും കുറവ് പോർ സൈസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് പോർ സൈസ് ഉള്ളത് ബി ഓപ്ഷനിലാണ്, റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay. Which phenomenon occur in the early stages of filtration? Constant pressure ആണോ, constant rate ആണോ, both will occur simultaneously and none of the above? ഏതായിരുന്നു? കോൺസ്റ്റന്റ് റേറ്റ് ആണോ ഫസ്റ്റ് നടക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ആണോ, രണ്ടും ഒരുമിച്ചാണോ നടക്കുന്നത്? ഓപ്ഷൻ 3. രണ്ടും ഒരുമിച്ചാണോ നടക്കുന്നത്? ബോത്ത് വിൽ ഒക്കർ സൈമിൾട്ടേനിയസ്ലി ആണോ? ആലോചിച്ച് നോക്കുക. ഫിൽട്രേഷനിൽ ഇനീഷ്യലി വളരെ യൂണിഫോം ആയിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. പിന്നീട് ഫിൽട്ടർ കേക്കിന്റെ ഈ പറഞ്ഞ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് കൂടി വരുന്നതോറും ഫിൽട്രേഷന്റെ റേറ്റ് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഫിൽട്രേഷന്റെ റേറ്റ് എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും. കോൺസ്റ്റന്റ്, അതായത് അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഫിൽട്രേഷനിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ കോൺസ്റ്റന്റ് റേറ്റും ലേറ്റർ സ്റ്റേജസിൽ കോൺസ്റ്റന്റ് പ്രഷർ ഫിൽട്രേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, മെക്കാനിസം ഓഫ് ഫിൽട്രേഷൻ ദാറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലാർജർ പാർട്ടിക്കിൾസ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. 4 മെയിൻ മെക്കാനിസം നമ്മൾ പഠിച്ചു ഫിൽട്രേഷനിൽ. ബ്രൗണിയൻ മോഷൻ പഠിച്ചു, ഡയറക്റ്റ് ഇന്റർസെപ്ഷൻ പഠിച്ചു, ഇനേഷ്യൽ ഇമ്പാക്ഷൻ പഠിച്ചു, ഇലക്ട്രിക്കൽ അട്രാക്ഷൻ പഠിച്ചു. ഇതിനകത്ത് ഇപ്പൊ തന്നെ പറയാം, ഡയറക്റ്റ് ഇന്റർസെപ്ഷൻ ആൻഡ് ഇനേഷ്യൽ ഇമ്പാക്ഷൻ പൊതുവെ ലാർജർ പാർട്ടിക്കിൾസിനാണ് നടക്കാറ്. ഓക്കെ, അത് ലാർജർ പാർട്ടിക്കിൾസ് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇലക്ട്രിക്കൽ അട്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ അത് സ്പെസിഫിക്കലി 2 സാധനങ്ങൾക്കും ഇലക്ട്രിക്കൽ ചാർജസ് ഉണ്ടാവണം. സോ ബാക്കി വരുന്ന ഏക ഓപ്ഷൻ ബ്രൗണിയൻ മോഷൻ ആണ്. ദ ആൻസർ ഈസ് ബ്രൗണിയൻ മോഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഫിൽട്രേഷനിൽ
പ്രധാനമായിട്ടും 4 മെക്കാനിസംസ് പറയുന്നുണ്ട്. ബ്രൗണിയൻ മോഷൻ പറയുന്നുണ്ട്, ഇന്റർസെപ്ഷൻ പറയുന്നുണ്ട്, ഇനേഷ്യൽ ഇമ്പാക്ഷൻ പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ അട്രാക്ഷൻ പറയുന്നുണ്ട്. ഇതിൽ ബ്രൗണിയൻ മോഷൻ ആണ് എപ്പോഴും ചെറിയ പാർട്ടിക്കിൾസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിൽട്രേഷൻ മെക്കാനിസം. Which method is used for the concentration of essential oils? ഏതായിരുന്നു? Nano filtration. Option Okay. B. ഓപ്ഷൻ ഡി നാനോ ഫിൽട്രേഷൻ. നാനോ ഫിൽട്രേഷൻ ആണ് എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദീസ് ടെക്നിക്സ് ദ പെർമിയേറ്റ് ഈസ് ഇൻ വേപ്പർ ഫോം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? Option A. ഓപ്ഷൻ എ പെർവാപ്പറേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, പെർമിയേറ്റ് ഇസ് ഇൻ വേപ്പർ ഫോം. പെർവാപ്പറേഷൻ, നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വിടുന്ന പെർമിയേറ്റ് ദേ വിൽ ബി വേപ്പറൈസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ഫിൽട്ടർ പേപ്പർ, അല്ലെങ്കിൽ ഫിൽട്ടർ മീഡിയത്തിന്റെ സർഫസിൽ വെച്ച് പെർമിയേറ്റ് വേപ്പർ ആയിട്ട് സെപ്പറേറ്റഡ് ആയി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ആണ് പെർവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ പെർമിയേറ്റ് വേപ്പർ ഫോമിലായിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് പെർവാപ്പറേഷൻ. റിവേഴ്സ് ഓസ്മോസിസ് is also called as hyperfiltration. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. Following are some of the filters that are used in food industry. Which filter is normally used as in batch operation? ഏതായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ്, 8ാമത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. ടൈപ്പ് ഓഫ് ഫ്രെയിംസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ FSSAയുടെ TA ഇതിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ചോദിച്ച ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ബാച്ച് പ്രോസസ്സിനായിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്, ഫിൽട്ടർ അറേഞ്ച്മെന്റ് ഏതായിരുന്നു? ഓക്കെ, ബാച്ച് പ്രോസസ്സിനായിട്ട് നോർമലി നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ. ബാച്ച് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിൽട്രേഷൻ അറേഞ്ച്മെന്റ് ആണ് പ്ലേറ്റ് ആൻഡ് ഫ്രെയിം അറേഞ്ച്മെന്റ്. ഷെൽ ആൻഡ് ലീഫും റോട്ടറിയും എല്ലാം കണ്ടിന്യൂസ് പ്രോസസ്സിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ബാച്ച് പ്രോസസ്സിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലേറ്റ് ആൻഡ് ഫ്രെയിം പ്രഷർ ഫിൽട്ടർ ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ അറേഞ്ച്മെന്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. പ്ലേറ്റും ഫ്രെയിമിലും പ്രഷർ ഫിൽട്ടറിലും ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഫ്രെയിം മാറ്റി ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത സെറ്റ് ഓഫ് ഫിൽട്രേഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ എന്താ പറയാ, പ്രൊഡക്ഷൻ അവിടെ നിൽക്കുകയും ചെയ്യുന്നു, ബാച്ച് പ്രോസസ്സായി മാറുകയും ചെയ്യുന്നു. സോ ഫിൽട്ടർ വിച്ച് ഈസ് നോർമലി യൂസ്ഡ് ആസ് ഇൻ ബാച്ച് ഓപ്പറേഷൻ ഈസ് നോർമലി പ്ലേറ്റ് ആൻഡ് ഫ്രെയിം പ്രഷർ ഫിൽട്ടർ. മോഡിഫൈഡ് ഫോം ഓഫ് അൾട്രാ ഫിൽട്രേഷൻ, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ്സിൽ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മോഡിഫൈഡ് ഫോം ഓഫ് അൾട്രാ ഫിൽട്രേഷൻ ഈസ് Diafiltration. Diafiltration. Okay, answer is diafiltration. Filtration technique that is used for demineralization of whey. ഇത് നമ്മൾ ആ ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. The filtration technique that is used for demineralization of whey ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുപാട് വട്ടം നമ്മളുടെ ലെക്ചർ ടെസ്റ്റിലും ഫൈനലി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞൊരു പോയിന്റ് ആണ് ഫിൽട്രേഷൻ ടെക്നിക് ദാറ്റ് ഈസ് യൂസ് ഫോർ ഡീമിനറലൈസേഷൻ ഓഫ് വേ. ഏതായിരുന്നു? എവാപ്പറേഷൻ ആണോ, അൾട്രാ ഫിൽട്രേഷൻ ആണോ, ഇലക്ട്രോ ഡയാലിസിസ് ആണോ, റിവേഴ്സ് ഓസ്മോസിസ് ആണോ? ഏതായിരുന്നു? ഓക്കെ, ദ ആൻസർ ഈസ് ഡീമിനറലൈസേഷൻ ഓഫ് വേക്ക് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ടെക്നിക്കാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് വേനെ നമ്മൾ ഡീമിനറലൈസ് ചെയ്ത് എടുക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഇലക്ട്രോ ഡയാലിസിസ്. ദ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഓൾ ദ സോല്യൂബിൾ സോളിഡ്സ്. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മളുടെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു? റിവേഴ്സ് ഓസ്മോസിസ്. പോർ സൈസ് ഓഫ് അൾട്രാ ഫിൽട്രേഷൻ ഇതെന്തായിരുന്നു? ഇത് നിങ്ങൾക്ക് പറയാവുന്നുള്ളൂ. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പോർ സൈസ്, എല്ലാ തരത്തിലുള്ള ഫിൽട്രേഷന്റെയും പോർ സൈസ് എന്ത് വന്നാലും പഠിച്ചു വെക്കണം. കാരണം അതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 0.001 to 0.01 micrometer.
0.0012 to 0.01 മൈക്രോമീറ്റർ. അതാണോ? എന്നാലോചിച്ച് നോക്കി. 0.1 to 10 മൈക്രോമീറ്റർ അത് ഏതിന്റെ ആയിരിക്കും? ലോജിക്കലി ആലോചിച്ചാൽ മതി, പേരിൽ തന്നെ ഉണ്ട്. 0.1 to 10 മൈക്രോമീറ്റർ, അതായത് അതിന്റെ ഇടയിൽ വരുന്നത് ഏകദേശം 1 മൈക്രോമീറ്റർ ആണ്. അപ്പോ അതിന് അത് ഏത് പോർ സൈസ് ആയിരിക്കും? 1 മൈക്രോമീറ്റർ ഒക്കെ ഏത് പോർ സൈസ് ആയിരിക്കും? ഏത് ഫിൽട്രേഷൻ പോർ സൈസ് ആയിരിക്കും? 1 മൈക്രോമീറ്റർ എന്നൊക്കെ വരുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, 0.1 to 10 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ആലോചിച്ചാൽ മനസ്സിലാവും. 0.1 to 1 മൈക്രോമീറ്റർ അത് പോർ സൈസ് ഓഫ് മൈക്രോ ഫിൽട്രേഷൻ ആണ്. 1 മൈക്രോമീറ്റർ നോർമലി. അപ്പൊ 1 മൈക്രോമീറ്റർ ഫോൾ ചെയ്യുന്ന റേഞ്ച് 0.1 to 10 മൈക്രോമീറ്റർ ആണ്. സോ ദേ ഫോൾസ് ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോ ഫിൽട്രേഷൻ. പിന്നെ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലെസ് ദാൻ 0.001 മൈക്രോൺസ്, അതായത് 0.001, അതായത് 1 into 10 raised to minus 9. 10 raised to minus 9 നമ്മൾ എന്താ വിളിക്കുന്നത്? 10 raised to minus 9 is also called as നാനോ. അപ്പൊ 0.01 to 0.001 എന്തിന്റെ പോർ സൈസ് ആയിരിക്കും? ആലോചിച്ച് നോക്കി. 0.01 to 0.001 മൈക്രോമീറ്റർ ഏത് ഫിൽട്രേഷന്റെ പോർ സൈസ് ആയിരിക്കും? നാനോ ഫിൽട്രേഷന്റെ പോർ സൈസ് ആയിരിക്കും. ലെസ് ദാൻ 0.001 ഏതിന്റെ പോർ സൈസ് ആയിരിക്കും? ഏതിന്റെ പോർ സൈസ് ആയിരിക്കും? നാനോ ഫിൽട്രേഷനേക്കാളും താഴെ പോർ സൈസ് ഉള്ള ഫിൽട്രേഷൻ ടെക്നിക്ക് ഏതായിരുന്നു? ഓർമ്മയില്ലേ? അൾട്രാ ഫിൽട്രേഷൻ ആയിരുന്നു നാനോ ഫിൽട്രേഷനേക്കാളും താഴെ പോർ സൈസ് ഉള്ളത്, ചെറിയ പോർ സൈസ് ഉള്ളത്. ഓക്കെ, എനിവേ ദ ആൻസർ ഈസ് 2. ബാക്കിയുള്ള 3 നിങ്ങൾക്ക് മനസ്സിലായോ? അത് കിട്ടിയോ? അത് എങ്ങനെയാണ് നോക്കണം എന്നുള്ളത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററിൽ അത് നിങ്ങൾക്ക് എളുപ്പമാവും. ഒന്നുകൂടി പറയണോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മൈക്രോ എത്രയായിരുന്നു? എത്ര ഇതാണ് 10 raised to എത്രയാണ് മൈക്രോ എന്ന് പറഞ്ഞു? 10 raised to minus 10 raised to minus 3 എത്രയാണ്? മൈനസ് എത്രയാണ് 10 raised to? 10 raised to minus 3, 1 into 10 raised to minus 3 എന്ന് പറയുമ്പോൾ നമ്മൾ മില്ലി എന്നാണ് പറയാറ്, അല്ലേ? 10 raised to minus 3 എന്ന് പറഞ്ഞാൽ മില്ലി എന്നല്ലേ പറയാറ്? ഡിവൈഡഡ് ബൈ 1000. 10 raised to minus 6 എന്ന് പറഞ്ഞാലാണ് നോർമലി നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. 10 raised to minus 9 എന്ന് പറയുമ്പോഴാണ് എന്ത് പറയുന്നത്? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, 10 raised to minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി എന്നും, 10 raised to minus 6 വന്നു കഴിഞ്ഞാൽ മൈക്രോ എന്നും, 10 raised to minus 9 വന്നു കഴിഞ്ഞാൽ നാനോ എന്നും, 10 raised to minus 12 വന്നു കഴിഞ്ഞാൽ പൈക്കോ എന്നും പറയും. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഓക്കെ, അപ്പോ ഇത് അറിഞ്ഞിരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ബേസിക് എന്തായാലും അറിഞ്ഞിരിക്കണം. 10 raised to minus 3 എന്ന് പറഞ്ഞാൽ മില്ലി എന്ന് പറയും, 10 raised to minus 6 എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് പറയും, 10 raised to minus 9 എന്ന് പറഞ്ഞാൽ നാനോ എന്ന് പറയും, 10 raised to minus 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈക്കോ എന്നും പറയും. PICO, പൈക്കോ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഓപ്ഷനിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.1 to 10 മൈക്രോമീറ്റർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 10 raised to minus 6 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? മൈക്രോ ആയിരുന്നു. ഓക്കെ, 10 raised to minus 6 എന്ന് പറഞ്ഞാൽ 1 into 10 raised to minus 6 അല്ലേ? സെയിം കണക്കല്ലേ രണ്ടും? അല്ലെ? 10 raised to minus 6 എന്ന് പറഞ്ഞാൽ 1 into 10 raised to minus 6 നമുക്ക് വേണമെങ്കിൽ പറയാലോ, അല്ലെ? ഓക്കെ, അപ്പോ 1 into 10 raised to minus 6. ഇതിനകത്ത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ 0.1 to 10 മൈക്രോമീറ്റർ ആണ്. അതായത് 1 മൈക്രോമീറ്ററും ആ ഒരു റേഞ്ചിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ അതിന്റെ പോർ സൈസ് ആവാനാണ് സാധ്യത. ഏത് ഫിൽട്രേഷന്റെ പോർ സൈസ് ആയിരിക്കും? മൈക്രോ ഫിൽട്രേഷന്റെ പോർ സൈസ് ആയിരിക്കും. 0.1 to 10 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് നമുക്ക് 1 മൈക്രോമീറ്റർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 into
10⁻⁻6 മൈക്രോമീറ്റർ ഫോളോ ചെയ്യുന്നത്, then that will be come under മൈക്രോ ഫിൽട്രേഷൻ. അത് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്കത്? അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ തേർഡ് ഓപ്ഷൻ നോക്കാം നമുക്ക്. 0.0012 to 0.01 മൈക്രോമീറ്റർ. ഇതിനകത്ത് ലോവർ ലിമിറ്റ് നോക്കാം, 0.001. അതായത് അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.001 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്നാലോചിച്ച് നോക്കി. 0.001 നമുക്ക് 1 into 10⁻⁻9 എന്ന് എഴുതാൻ പറ്റൂലേ? ആലോചിച്ച് നോക്കി, ശ്രദ്ധിച്ചു നോക്കി. മനസ്സിലായോ? അത് തേർഡ് ഓപ്ഷനിൽ 0.001 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 0.001 എനിക്ക് വേണമെങ്കിൽ 1 into 10⁻⁻9 എന്ന് എഴുതാൻ പറ്റില്ലേ? ഓക്കെ, 1 into 10⁻⁻9 അതിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 10⁻⁻9 ആവുമ്പോൾ അത് ഏത് ഫിൽട്രേഷനാ വരിക? ഏത് സൈസ് ആണ് വരിക? നാനോ ഫിൽട്രേഷൻ. അപ്പൊ നാനോ ഫിൽട്രേഷന്റെ സൈസ് ആണ് തേർഡിൽ കൊടുത്തിരിക്കുന്നത്, അതായത് 0.01 to 0.001. ഇനി അതിനേക്കാളും, അപ്പൊ 0.001 പോർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ഫിൽട്രേഷൻ ആണ്. ഫോർത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നാനോ ഫിൽട്രേഷനേക്കാളും പോർ സൈസ് കുറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അത് ഏത് ഫിൽട്രേഷൻ ഉള്ളതായിരിക്കും? അത് പൈക്കോ അല്ല. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 എത്തണം. ഓക്കെ, നമ്മളുടെ ഫിൽട്രേഷന്റെ ആസ്പെക്റ്റില് നാനോ ഫിൽട്രേഷനേക്കാളും താഴെ പോർ സൈസ് ഉള്ള ഫിൽട്രേഷൻ റേഞ്ച് ഏതാ? ഹൈപ്പർ ഫിൽട്രേഷൻ ഓർ റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിന്റെ പോർ സൈസ് ആണ് ലെസ് ദാൻ 0.001 മൈക്രോമീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സെക്കൻഡ്. അതാണ് അൾട്രാ ഫിൽട്രേഷന്റെ പോർ സൈസ്. അത്രേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The amount of heat that must be added or removed from a substance in order to induce a phase change in the substance is called as, എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും, latent heat. The thickness of the boundary film during heat transfer increases as, ഏതായിരിക്കും? ആ ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ച സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ ആൻസർ കിട്ടും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? The velocity of the heated air അല്ലെങ്കിൽ heating air decreases. The answer is option 1. The velocity of the heated air decreases. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റഡ് എയറിന് വെലോസിറ്റി വളരെ കുറവാണെങ്കിൽ ആലോചിക്കണം, കൊടുക്കുന്ന എയറിന് വെലോസിറ്റി വളരെ കുറവാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ പുറത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിന് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ബാരിയർ ആണ് ഈ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്സിന് വളരെ വലിയ രീതിയിലുള്ള ഇൻക്രീസിങ് സംഭവിക്കും നമ്മൾ കൊടുക്കുന്ന എയർ വെലോസിറ്റി കുറവാണെങ്കിൽ. അപ്പോ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിന് എന്താ സംഭവിക്കുക? കുറയോ കൂടുവോ? കുറയും. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റഡ് എയറിന്റെ വെലോസിറ്റി വളരെ കൂടിയാൽ മാത്രമേ നമുക്ക് മര്യാദക്ക് നല്ല രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റോട് കൂടി ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തിക്നെസ് ഓഫ് ദ ബൗണ്ടറി ഫിലിം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ഹീറ്റഡ് എയർ. അതുകൊണ്ട് തന്നെ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കൂടുന്തോറും, അതെങ്ങനെ തിരിച്ചാണ് ശരിക്കും, വെലോസിറ്റി ഓഫ് ദ ഹീറ്റഡ് എയർ കൂടുന്തോറും ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടി വരുന്നു. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ദ വെലോസിറ്റി ഓഫ് ദ എയർ ഡിക്രീസസ്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. Single effect evaporators are more thermally efficient than multiple effect evaporators. Is this statement correct or incorrect? Incorrect. Incorrect.
ഇനി മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ദ പ്രഷർ ഇൻ ഈച്ച് സബ്സിക്വന്റ് എഫക്ട് ഏതായിരുന്നു? ഇതും ഒരു പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡിക്രീസ്. ഓരോ സ്റ്റേജ് കഴിയുന്തോറും ഓരോ എഫക്റ്റ് കഴിയുന്തോറും പ്രഷർ ഡിക്രീസ് ആയി വരുന്നു. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ വേണമെങ്കിൽ നമുക്ക് ട്രിക്കി ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഒരു എന്താ പറയാ 3 എഫക്റ്റീവ് അല്ലെ 4 എഫക്റ്റീവ് ഓപ്പറേറ്ററിൽ എന്താ പറയുക ട്രിപ്പിൾ എഫക്റ്റീവ് ഓപ്പറേറ്ററിൽ തേർഡിനേക്കാളും പ്രഷർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ ഫസ്റ്റ് എഫക്റ്റിന് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതിപ്പോ ആലോചിക്കണം. മൾട്ടിപ്പിൾ എഫക്റ്റീവ് ഓപ്പറേറ്ററിൽ ഓരോ എഫക്റ്റ് കഴിയും തോറും പ്രഷർ ഡിക്രീസ് ആയി വരുന്നു. Which of the following factors do not affect the rate of evaporation? Temperature of fluid, temperature of liquid, humidity of surrounding air, depth of liquid, surface of liquid. ഏതായിരിക്കും? Depth of the liquid. Depth of liquid ആയിരിക്കോ? ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് എന്തായാലും അല്ല. കാരണം അത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് അല്ലെ. ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് വേണ്ട നമുക്കൊരു സാധനമാണ്. ഹ്യൂമിഡിറ്റി ഓഫ് സറൗണ്ടിങ് എയർ. ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്താണ് പ്രശ്നം? ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്താ പ്രശ്നം? ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടറിൽ അല്ല അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന നമ്മളുടെ വാട്ടർ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും അവിടെയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വരുന്ന ഒരു സാധനമാണ് ഡെപ്ത് ഓഫ് ലിക്വിഡ് എന്ന് കേട്ട സർഫസ് ഓഫ് ലിക്വിഡ്. സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സർഫാക്റ്റൻ. സർഫസ് ടെൻഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോ അതിനകത്ത് എഫക്ട് ചെയ്യാത്ത ഏക ഫാക്ടർ വരുന്നത് ഡെപ്ത് ഓഫ് ലിക്വിഡ് ആണ്. എത്രത്തോളം ആഴത്തിൽ നമ്മൾ നിറച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് എന്താ പറയാ നമുക്കതിനെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ലിക്വിഡ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഹീറ്റ് എലമെന്റ് ഓഫ് എൻ ഇവാപ്പറേറ്റർ ഈസ് ഓൾസോ കോൾഡ് ആസ് Calandria. Yes, basic heating element in evaporator is also called as calandria. The concentrated product of the first effect in multiple effect evaporator is the dash of the second effect evaporator. ഇത് ഏഞ്ചലിന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഹീറ്റ് എക്സ്ചേഞ്ചിങ് ആണോ ഉണ്ടാവുന്നത്? Option first, feed. അതെ, ഓപ്ഷൻ 1 ഫീഡ്. ഏഞ്ചലിന് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഫീഡ് വരുന്നതെന്ന്? ഫസ്റ്റ് എഫക്റ്റില് നമ്മളുടെ പുറത്തോട്ട് പോകുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും അടുത്ത എഫക്റ്റില് ഫീഡായിട്ട് കയറുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോ നമ്മൾക്ക് ഫസ്റ്റ് എഫക്ട് കഴിഞ്ഞ് സെക്കൻഡ് എഫക്ട് കഴിഞ്ഞ് തേർഡ് എഫക്ട് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലോണം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള സ്റ്റീം എക്കോണമി ഉണ്ടെന്ന് പറയുന്നത്, അല്ലെ നല്ല രീതിയിലുള്ള എഫിഷ്യൻസി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇതും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതും മൾട്ടിപ്പിൾ എഫക്റ്റീവ് ഓപ്പറേറ്ററിന് നോക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു? Vapor. ഓക്കെ, അത് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇതെന്തായിരിക്കും? ദ ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ യൂസ് ടു കോൺസെൻട്രേറ്റ് ഹൈലി വിസ്കസ് ലിക്വിഡ്. ഏതായിരിക്കും? Falling film evaporator. ഫോളിംഗ് ഫിലിം ആണോ റൈസിംഗ് ഫിലിം ആണോ ആലോചിക്കേ? ഓക്കെ, നമുക്ക് വിസ്കോസിറ്റി കൂടുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇവാപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. ഒന്ന് ഫോളിംഗ് ഫിലിം ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്, ഒന്ന് റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ഫോളിംഗ് ഫിലിമിൽ നമ്മൾ ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി മുകളിൽ നിന്നും അടിയിലോട്ട് ഫിലിമിന്റെ മൂവ്മെന്റ് കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നു. റൈസിംഗ് ഫിലിമിൽ നമ്മളൊരു പമ്പ് വെച്ച് മുകളിലോട്ട് ഫിലിം ഇങ്ങനെ ഫോം ചെയ്ത് മുകളിലോട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോ ഇവിടെ വിസ്കോസിറ്റി കൂടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഇതിനെ പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റാനായിട്ട്, ഈ ഫിലിമിനെ പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ അല്ല റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് ഫോളിംഗ് ഫിലിം ഇവാപ്പറേറ്ററിൽ അപ്പോൾ ഗ്രാവിറ്റി ആണ് എല്ലാ സാധനങ്ങളും അടിയിലോട്ട് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ
ആൻസർ ഈസ് ഫോളിംഗ് ഫിലിം ഇവാപ്പറേറ്റർ. ആൻസർ ഇല്ലാത്ത സോ ആൻസർ ഈസ് ഫോളിംഗ് ഫിലിം ഇവാപ്പറേറ്റർ. അത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. The temperature difference between the product and the heating medium in a rising film evaporator should be around. Forced circulation evaporator എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? 4 to 5 degrees. 4 to 5 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേറ്ററിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്ററിൽ എത്രയായിരിക്കും? 14 degree ആണ് സർ. 14 ഡിഗ്രി സെൽഷ്യസ്. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്ററിന് ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഇനീഷ്യലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പ്രൊഡക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. അത് അവരുടെ ഡ്രോബാക്ക് ആണ്. അത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമാണ്. റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്ററിൽ ഹീറ്റ് ചെയ്യേണ്ട സാധനവും ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അറൗണ്ട് 14 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇവാപ്പറേഷൻ നടക്കുകയുള്ളൂ. സോ ദ ആൻസർ ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? Yes, sir. റൈസിംഗ് ഫിലിം ഇവാപ്പറേറ്ററിൽ ഹീറ്റിംഗ് മീഡിയവും heated substance തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് മിനിമം 14 ഡിഗ്രി സെൽഷ്യസ്. ഫോഴ്സ് സർക്കുലേഷൻ എത്രയായിരുന്നു? 4 to 5. ഹൈ HLB വാല്യൂ ഇൻ സർഫാക്റ്റൻസ് ഇൻഡിക്കേറ്റ്സ്. എന്തായിരുന്നു? HLB വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും അതിന് കൂടുതലുള്ളത്? Hydrophilicity, high hydrophilicity. ആൻസർ ഈസ് ഓപ്ഷൻ A. If they are having high HLB values, they will be having high hydrophilicity. More than 10 HLB ആണ് നമ്മൾ ഹൈ HLB എന്ന് പറയുന്നത്. Which is the natural emulsifying agent present in liquid milk? ഏതായിരുന്നു? Casein. കെസീൻ. എന്തുകൊണ്ടാണ് കെസീൻ ഒരു നാച്ചുറൽ എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടായിരുന്നു? കെസീൻ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് അല്ലെ? കെസീൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീൻ ആണ്. ഈ മിൽക്ക് പ്രോട്ടീനിന് നമ്മളുടെ മിൽക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ഫാറ്റിന്റെയും ലിക്വിഡിന്റെയും അല്ലെങ്കിൽ വാട്ടറിന്റെയും ഇന്റർഫേസിൽ ഒരു സ്റ്റേബിൾ സിസ്റ്റം പണിയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നോർമലി പ്രോട്ടീൻസിനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഒരു നല്ല ഇമൽസിഫയിങ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ മിൽക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന നാച്ചുറലി പ്രസന്റ് ആയിരിക്കുന്ന മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കെസീന് വളരെ നല്ല രീതിയിലുള്ള ഇമൽസിഫയിങ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇമൽസിഫയിങ് ഏജന്റ് അത് കെസീൻ ആണ്. മിൽക്ക് എന്ത് ടൈപ്പ് ഇമൽഷൻ ആണ്? ഓയിൽ ഇൻ വാട്ടർ ആണോ വാട്ടർ ഇൻ ഓയിൽ ആണോ? Oil in water. വാട്ടർ ഇൻ ഓയിലിന്റെ ഇതെന്തോ എക്സാമ്പിൾ എന്തുവാ? Butter. The phenomenon in which the micro implosions of bubbles causes changes in shear, turbulence, pressure, etc. in the containing liquid is called as ഏതായിരുന്നു? Cavitation. Cavitation. ഈ cavitation വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആർക്കെങ്കിലും അറിയോ? Ultrasonication. അൾട്രാസോണിക്കേഷൻ നമ്മളുടെ കാവിറ്റേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻ ആണ്. അയോണിക് പോളറൈസേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ അയോണിക് പോളറൈസേഷൻ വെച്ച് ഏതെങ്കിലും യൂണിറ്റ് ഓപ്പറേഷൻ? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻ ആണത്. നമ്മുടെ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഫുഡ് ടെക്നോളജിയിലല്ല യൂണിറ്റ് ഓപ്പറേഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ ഒരു ഫുഡിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടർ മറ്റേ H+ഉം OH- ആയിട്ടുള്ള ഡൈപോൾ ആണ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നു, അത് ഹീറ്റ് ചെയ്യുന്നു. അത് ഏതിന്റെ മെക്കാനിസം ആയിരുന്നു? ഓർമ്മയുണ്ടോ? Electrolysis. ഇലക്ട്രോലൈസിസ് ആണോ? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ചൂടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഫുഡ് പ്രധാനമായിട്ടും റീഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. Microwave oven. മൈക്രോവേവ്സ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആണ് അയോണിക് പോളറൈസേഷൻ. അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അയോണിക് പോളറൈസേഷൻ എന്താണെന്ന്? No, sir. ഓക്കെ, സോ മൈക്രോവേവ്സ് അയോണിക് പോളറൈസേഷൻ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, അയോണിക് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡൈപോൾ എന്താണെന്ന് അറിയില്ലേ? അറിയാം. എന്താണ് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സാധനത്തിനെ ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വാട്ടർ ഒരു ഡൈപോൾ ആണ്. എച്ച് പ്ലസും ഒ എച്ച് മൈനസും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡൈപോൾ ആണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ വാട്ടറിന്റെ മുകളിൽ നമ്മൾ മൈക്രോവേവ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിനൊരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഈ പറയുന്ന വാട്ടറിന്റെ എച്ച് പ്ലസ് ഫുഡിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടറിന്റെ എച്ച് പ്ലസും ഒ എച്ച് മൈനസ് ആയിട്ട് ഇന്ററാക്ഷൻ നടക്കുകയും പോസിറ്റീവ് സൈക്കിളിനായിട്ട് ഒ എച്ച് മൈനസ് അട്രാക്ട് ചെയ്യുകയും നെഗറ്റീവ് സൈക്കിളിനായിട്ട് എച്ച് പ്ലസ് അട്രാക്ട് ചെയ്യുകയും അങ്ങനെ ഈ എച്ച് പ്ലസ് ഒ എച്ച് മൈനസ് ഡൈപോള് പെട്ടെന്ന് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുകയും അവിടെ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഈ പറഞ്ഞ അയോണിക് പോളറൈസേഷൻ അല്ലെങ്കിൽ ഡൈപോൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതുവഴിയാണ് മൈക്രോവേവ് വർക്ക് ചെയ്യുന്നത്. പാസ്കലൈസേഷൻ ഏതായിരിക്കും? പാസ്കലൈസേഷൻ ഒരു യൂണിറ്റ് ഓപ്പറേഷന്റെ വേറൊരു പേര് തന്നെയാണ് പാസ്കലൈസേഷൻ. ഏതായിരിക്കും? പേരിൽ തന്നെയുണ്ട്, പാസ്കൽ. ഓർമ്മയുണ്ടോ? പാസ്കലൈസേഷൻ, ഹൈ പ്രഷർ പ്രോസസ്സിംഗ് ഓർ HPP. ഇലക്ട്രോപോറേഷനോ? ഇലക്ട്രോപോറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ നോൺ തെർമൽ ടെക്നോളജീസിൽ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോപോറേഷൻ. അതിനകത്ത് നോൺ തെർമൽ ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രോപോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായിരുന്നു? പൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇലക്ട്രോപോറേഷൻ. മിക്സിംഗ് ഇൻഡെക്സ് M1 ഈസ് യൂസ്ഡ്. എപ്പോഴാണ് M1 ഉം M2 ഉം M3 ഉം ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മിക്സിംഗിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. M1 equal mass. M1 ഈക്വൽ മാസ്, M2 ഓ? M2 ഒരെണ്ണം ലാർജർ, ഒരെണ്ണം സ്മോൾ ക്വാണ്ടിറ്റി. ഓക്കെ, ലിക്വിഡ്സ് ഓർ സോളിഡ് മിക്സിംഗ് ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? One is solid and another is liquid. That is M3. അപ്പൊ ആൻസർ ഈസ് 1, 2, 3 ആണോ? ഏതാണോ? 1. ഈക്വൽ മാസ് ഓഫ് കോമ്പണൻസ് ആർ മിക്സ്ഡ് ആൻഡ് റിലേറ്റീവ്ലി ലോ മിക്സിംഗ് റേറ്റ്. അതിനാണ് നമുക്ക് M1 ഉപയോഗിക്കുന്നത്. രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വൺ കോമ്പണന്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ലാർജർ ബൾക്ക് ഓഫ് അനദർ കോമ്പണന്റ്. അവിടെയാണ് നമ്മൾ മിക്സിംഗ് ഇൻഡെക്സ് ആയ M2 ഉപയോഗിക്കുന്നത്. M3 ഉപയോഗിക്കുന്നത് ലിക്വിഡ്സിന്റെ സോളിഡ്സിന്റെ മിക്സിംഗിനാണ്. ഇതൊക്കെ മിക്സിംഗ് ഇൻഡിസസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ബാരൽ മിക്സർ ഇസ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ ടംബ്ലർ മിക്സർ. ബാരൽ മിക്സർ ഒരു തരത്തിലുള്ള ടംബ്ലർ മിക്സർ ആണ്. ബാരൽ മിക്സർ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഡ്രം, ഒരു വലിയ കറങ്ങുന്ന ഒരു ടംബ്ലർ ആലോചിക്കുക. അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മിക്സർ ആണ് ബാരൽ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റിബൺ മിക്സർ ഇസ് എ ടൈപ്പ് ഓഫ് ഏതായിരുന്നു? റഫ് ബ്ലെൻഡർ ആണ്. ഡ്രം ബ്ലെൻഡറും അല്ല, ടംബ്ലർ മിക്സറും അല്ല, പ്ലാനറ്ററി മിക്സറും അല്ല. റിബൺ മിക്സർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ട്രോഫ് ബ്ലെൻഡർ. അതായത് നമ്മുടെ ബ്ലെൻഡറിന്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഒരു എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഒരു ഇൻഫിനിറ്റി ലൂപ്പിന് ഷേപ്പ് ഉള്ള ഒരു ബ്ലേഡ് അങ്ങോട്ട് കൗണ്ടർ വൈസ് കറങ്ങുന്ന, അല്ല ആന്റി ക്ലോക്ക് വൈസും ഒരെണ്ണം ക്ലോക്ക് വൈസും നമ്മൾ കറങ്ങിയിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മിക്സറാണ് റിബൺ മിക്സർ എന്ന് പറഞ്ഞത്. അതുപോലെ വലിയൊരു ഹൗസിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലേഡ് വെക്കുന്ന, ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ബ്ലേഡ് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലെൻഡർ ആണ് ട്രഫ് ബ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിബൺ മിക്സർ ട്രഫ് ബ്ലെൻഡറിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രഫ് ബ്ലെൻഡർ ആണ്. Propellers and impellers are majorly used for the mixing of ഏതായിരുന്നു? Low viscous fluid. ഡ്രൈ പൗഡേഴ്സും സെമി സോളിഡ്സും നമ്മൾ നോർമലി പ്രൊപ്പല്ലേഴ്സും ഇമ്പല്ലേഴ്സും വെച്ച് ഉപയോഗിക്കാറില്ല. ഡ്രൈ പൗഡേഴ്സ് നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല അത് വെച്ചിട്ട്. സെമി സോളിഡ്സ് ആകുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിസ്കോസിറ്റി ഉണ്ടാവും. ഹൈ വിസ്കസ് ഫ്ലൂയിഡ്സും നമുക്ക് പ്രോപ്പല്ലേഴ്സും ഇമ്പല്ലേഴ്സും വെച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ലോ വിസ്കസ് ഫ്ലൂയിഡ്സ് ആണ് നോർമലി നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, that is low viscous fluids. Sigma blade mixer works in the principle of ഏതായിരുന്നു? ഷിയറിംഗ് ആക്ഷൻ വെച്ചിട്ടാണ് സിഗ്മ ബ്ലേഡ് മിക്സർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ അല്ല, ഫോൾഡിംഗ് അല്ല, നീഡിങ് അല്ല, മറിച്ച് ഷിയറിംഗ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മളുടെ സിഗ്മ ബ്ലേഡ് മിക്സർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജ് റൊട്ടേറ്റ്സ് അറ്റ് എൻ RPM ഓഫ് എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ?
ഓർമ്മയുണ്ടോ? ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജ്. ഓപ്ഷൻ B. ഓപ്ഷൻ ബി ആണ്. 1500 ടൈ ആയിരാണോ? ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജ് അത്യാവശ്യം നല്ല RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ റിസ്കസ് ആയിട്ടുള്ള അത്യാവശ്യം വിസ്കോസിറ്റി ഉള്ള സാധനങ്ങളൊക്കെ സെൻട്രിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജ്. അതുകൊണ്ട് തന്നെ നല്ല റൊട്ടേഷൻ, നല്ല RPM റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ എഫിഷ്യന്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടാവുള്ളൂ. നോർമലി ആക്സെപ്റ്റഡ് എല്ലാ ജേർണലിസ്റ്റിലും എല്ലാ പേപ്പേഴ്സിലും മിക്ക ചാപ്റ്റേഴ്സിലും കാണിച്ചിരിക്കുന്ന ഒരു RPM റേഞ്ച് ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജിനുള്ള ഒരു RPM റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 to 50,000 ആണ്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചു വെക്കണം. ട്യൂബുലാർ ബോൾ സെൻട്രിഫ്യൂജിന്റെ റൊട്ടേഷൻ റേറ്റ് RPM റേറ്റ് ഏകദേശം 15,000 തൊട്ട് 50,000 വരെ ആണ്. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടന്റ് സാധനം. വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ച സാധനമാണ്. വളരെ നമ്മൾ കുറെ വട്ടം ഏതായിരുന്നു? Disc bowl centrifuge. ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ്. ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ് ആണ് നോർമലി മിൽക്കിന്റെ ക്രീം സെപ്പറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം, അല്ലെ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞു. ഓക്കെ, ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ്. ലിക്വിഡ്സ് വിത്ത് ഹൈ സോളിഡ് കണ്ടന്റ് കുഡ് ബി സെപ്പറേറ്റഡ് ബൈ ദ യൂസ് ഓഫ് ഏതായിരുന്നു? Conveyor screw centrifuge. നോസൽ സെൻട്രിഫ്യൂജ് ആണോ? Conveyor. കൺവെയർ ബോൾ ആണ്. നമ്മൾ നേരത്തെ നോസൽ സെൻട്രിഫ്യൂജ് ഇതിനാണ് ഉപയോഗിച്ചിരുന്നത്. ബിയറിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആണ് നോസൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മിൽക്കിന്റെ സെപ്പറേഷൻ ആയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, സെൻട്രിഫ്യൂഗേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള സോളിഡ് കണ്ടന്റ് ഇല്ലാത്തൊരു സാധനമാണ് മിൽക്ക്. നോർമലി ലിക്വിഡ് ആണ്. അതുകൊണ്ട് ഡിസ്ക് ബോൾ സെൻട്രിഫ്യൂജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം. അതിനകത്ത് ആകെ വരുന്നത് കൺവെയർ സ്ക്രൂ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. കൺവെയർ സ്ക്രൂ സെൻട്രിഫ്യൂജിന് വളരെ ഹൈ വിസ്കസ് ആയിട്ടുള്ള ഹൈ സോളിഡ് കണ്ടന്റ് ഉള്ള ലിക്വിഡ്സിനെ സെൻട്രിഫ്യൂഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗ് ആണ് കൺവെയർ സ്ക്രൂ സെൻട്രിഫ്യൂജ്. ദ ആൻസർ ഈസ് കൺവെയർ സ്ക്രൂ സെൻട്രിഫ്യൂജ്. ഇതെന്തായിരുന്നു? എന്താണ് ഈ ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Between the light liquid. എന്താണ് ഈ ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതാ? സെൻട്രിഫ്യൂഗേഷന്റെ സമയത്ത് ഒരു ലെയർ ഓഫ് സെപ്പറേഷൻ ഫോം ചെയ്യും. ഓക്കെ, ഒരു സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റർ പാർട്ടിക്കിൾ എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തോട്ടാണോ അകത്തോട്ടാണോ വരുന്നത് ലൈറ്റർ പാർട്ടിക്കിൾ? ഇൻസൈഡ്. ലൈറ്റർ പാർട്ടിക്കിൾസ് ഇൻസൈഡ് പോവും, ഹെവിയർ പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോവും? സെൻട്രിഫ്യൂഗൽ വാൾ. സെൻട്രിഫ്യൂഗൽ വാൾ ടാൻജൻഷ്യലി സെൻട്രിഫ്യൂഗൽ വാളിലോട്ട് തെറിച്ചു പോകും. ലൈറ്റർ പാർട്ടിക്കിൾ സെന്ററിൽ വന്ന് അടിയും, ഹെവിയർ പാർട്ടിക്കിൾസ് സെന്ററിന് എവേ ആയിട്ട് മൂവ് ചെയ്തു തുടങ്ങും. അപ്പോൾ ഈ ലൈറ്റർ പാർട്ടിക്കിൾസും ഈ ഹെവിയർ പാർട്ടിക്കിൾസും തമ്മിലിടയിലുള്ള ഒരു ഇന്റർഫേസിനെയാണ് നമ്മൾ ന്യൂട്രൽ സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ സോ ഏരിയ ഓഫ് ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെവി ലിക്വിഡിന്റെയും ലൈറ്റ് ലിക്വിഡിന്റെയും ഇടയിലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോൺ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂട്രൽ സോൺ. ദ റേഡിയസ് ഓഫ് ദ ഹെവിയർ പാർട്ടിക്കിൾസ് ഇൻ എ സെൻട്രിഫ്യൂജ്. ഇത് വളരെ നേരത്തെ പറഞ്ഞ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. എന്തായിരുന്നു? smaller than the later particle. സ്മോളർ ആണോ ലൈറ്റർ പാർട്ടിക്കിൾ? Larger than that of lighter particle. അതൊരിക്കലും ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഈക്വൽ ആവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ഓപ്ഷൻ കളയാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. നമുക്ക് എളുപ്പത്തിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കാരണം സെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതെന്ത് യൂണിറ്റ് ഓപ്പറേഷൻ ആണ്? ഒരു ഹെവിയർ പാർട്ടിക്കിളും ഒരു ലൈറ്റർ പാർട്ടിക്കിളെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻ ആണ് സെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള സെപ്പറേഷൻ ലൈറ്റർ പാർട്ടിക്കിൾസിനും ഹെവിയർ പാർട്ടിക്കിൾസിനും ഉണ്ടാവും. അപ്പൊ അവസാനത്തെ CD എന്നുള്ള ഓപ്ഷൻ ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. പിന്നെ വരുന്ന രണ്ട് ഓപ്ഷൻ ആണ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റർ പാർട്ടിക്കിൾസ്, സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റർ പാർട്ടിക്കിൾസ്. അതിനകത്ത് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റർ പാർട്ടിക്കിൾസ്, അതായത് ഹെവിയർ പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെൻട്രിഫിക്കേഷൻ വാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം റേഡിയസ് ഉണ്ടാവും. പക്ഷെ ലൈറ്റർ പാർട്ടിക്കിൾസ് നേരെ ചുരുങ്ങി സെന്ററിലോട്ടാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പർട്ടിക്കുലർ റേഡിയസ് കുറവായിരിക്കും. So the answer is option A, that is larger than that of lighter particles. Heavier particles ആലോചിക്കുക, heavier particles technically
സെൻട്രിഫ്യൂഗൽ വാളിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് പോകുന്ന, അതായത് സെന്ററിൽ നിന്നും അകന്നകന്ന് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഈ ഹെവിയർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലോട്ട് വന്ന് അടിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെൻട്രൽ നമ്മുടെ ഹെവിയർ പാർട്ടിക്കിൾസ്, അകന്നകന്ന് പോകുന്ന പാർട്ടിക്കിൾസിന് റേഡിയസ് കൂടുകയും സെന്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന പാർട്ടിക്കിൾസിന് റേഡിയസ് കുറയുകയും ചെയ്യുന്നു. സെന്ററിലോട്ട് വരുന്നത് ലൈറ്റർ പാർട്ടിക്കിൾസ് ആയിരിക്കും, എവയിലോട്ട് പോകുന്നത് ഹെവിയർ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഈസ് എ, ലാർജർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റർ പാർട്ടിക്കിൾസ്. ഇൻ ക്രീം സെപ്പറേഷൻ പ്രോസസ് ഇൻ ഡയറി ഇൻഡസ്ട്രി വിച്ച് സബ്സ്റ്റൻസ് സ്റ്റേ ഇൻ ദ സെന്റർ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Cream. എന്തുകൊണ്ടാണ്? ലൈറ്റർ ക്രീം എന്തിനേക്കാൾ ലൈറ്റർ ആണ്? Water present in milk. വാട്ടർ പ്രസന്റ് ഇൻ മിൽക്കിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ക്രീം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മിൽക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ക്രീം സെന്ററിൽ വന്നിടുകയും മിൽക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടർ അല്ലെ ലിക്വിഡ് അതിന്റെ ഔട്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ സോ ഈ ക്രീം സെപ്പറേഷൻ പ്രോസസ് ഇൻ മിൽക്ക് അല്ലെ ഡയറി ഇൻഡസ്ട്രിയിൽ ക്രീം നോർമലി സെന്ററിലും മിൽക്ക് ടുവേർഡ്സ് ദ സെൻട്രിഫ്യൂഗൽ വാൾസിലോട്ടും വന്നുകൊണ്ടിരിക്കുന്നു. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ക്രീം. In a cream separation process in milk, it is decided to have a dash neutral zone. എന്തായിരുന്നു? സ്മോൾ ആണോ, ലാർജ് ആണോ, അൺസ്പെസിഫൈഡ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ? ഇത് നമ്മൾ തിയറി എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്ത സാധനമാണ്. Intermediate ആണോ സാർ? ഇന്റർമീഡിയറ്റ് ആണോ? ആലോചിച്ച് നോക്കി. ലാർജ് ന്യൂട്രൽ സോൺ ആണ്. ലാർജ് ന്യൂട്രൽ സോൺ ആണോ? It is decided to have a small neutral zone so as to have a large central zone where the cream gets accumulated. ന്യൂട്രൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രീമും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരു ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രിഫിക്കേഷൻ നമ്മൾ നടത്തുന്നതിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ക്രീമിനെ മിൽക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സോൺ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ വളരെ സ്മോൾ ആണെങ്കിൽ മിൽക്കും ഇതും തമ്മിലുള്ള മിൽക്കും ഇതും തമ്മിലുള്ള ഇന്റർഫേസിന് വളരെ സ്മോൾ ന്യൂട്രൽ സോൺ ആണെങ്കിൽ ക്രീം നടുക്ക് നിന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുകയും മറിച്ച് ലിക്വിഡിൽ നിന്ന് അത് സുഖമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയും, അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സോൺ എപ്പോഴും സ്മോൾ ആയിരിക്കണം എന്നുള്ളതാണ് ഡയറി ഇൻഡസ്ട്രിയിലുള്ള കണ്ടീഷൻ. ഇത് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രീം സെപ്പറേഷൻ പ്രോസസ് ഇൻ മിൽക്കിൽ എപ്പോഴും ന്യൂട്രൽ സോൺ നമുക്ക് എഫിഷ്യന്റ് സെപ്പറേഷന് എപ്പോഴും ന്യൂട്രൽ സോൺ നമുക്ക് വളരെ സ്മോൾ ആയിരിക്കണം. ഓക്കെ. The major type of evaporator used in the food processing application is, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ബോത്ത് ആണ് വരുന്നത്. ബോത്താണോ? ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഇവാപ്പറേറ്റർ ഹൊറിസോണ്ടലാണോ? നമ്മൾ പഠിച്ച സിംഗിൾ എഫക്റ്റും മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ഒക്കെ ഏത് കോൺഫിഗറേഷനുള്ള ഇവാപ്പറേറ്റർ ആയിരുന്നു? അതിന്റെ ഘടന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോളിംഗ് ഫിലിം, റൈസിംഗ് ഫിലിം ഒക്കെ ഏതായിരുന്നു? അതൊക്കെ വെർട്ടിക്കൽ ടൈപ്പ് ഇവാപ്പറേറ്റർ. ഇത് ഒരിക്കലും തെറ്റിക്കരുത്. ഈ സാധനം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എവാപ്പറേറ്റേഴ്സ് ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മിക്ക ഇവാപ്പറേറ്റേഴ്സും അതെന്ത് ടൈപ്പാണ്? വെർട്ടിക്കൽ ടൈപ്പ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇവാപ്പറേറ്റേഴ്സ് നമ്മൾ വെക്കുന്ന ഇവാപ്പറേറ്റേഴ്സ് എല്ലാം ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഇവാപ്പറേറ്റേഴ്സ് മിക്കവാറും അത് വെർട്ടിക്കൽ ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സ്. ഹൊറിസോണ്ടൽ ടൈപ്പും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ വെർട്ടിക്കൽ ടൈപ്പിലാണ് ബെറ്റർ സെപ്പറേഷൻ എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ വെർട്ടിക്കൽ ടൈപ്പിനായിരിക്കും കൂടുതൽ ആപ്ലിക്കേഷൻ. സോ ആൻസർ ഈസ് എ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ടൈപ്പ്. ഇതറിയാത്തവർ ആരുണ്ടാവില്ല. CIP ഇൻ ഫുഡ് പ്രോസസിംഗ് സ്റ്റാൻഡ്സ് ഫോർ ക്ലീനിങ് പ്ലേസ്. എന്താണ് ക്ലീനിങ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മള് യൂട്ടൻസിൽസ് ഒന്നും ഹാൻഡിൽ ചെയ്ത് അവിടെ തന്നെ നമ്മൾ അതിനെ സാനിറ്റൈസ് ചെയ്തിരുന്നു. അതിനെ ക്ലീനിങ് ചെയ്യുന്നതിനാണ് ക്ലീനിങ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ. ക്ലീനിങ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് പിന്നെ റീയൂസ് ചെയ്യാം.
അതായത് നമ്മളുടെ എവിടെയാണോ ഈ യൂട്ടൻസിൽസ് ഒക്കെ ഇരിക്കുന്നത്, ഇൻഡസ്ട്രിയിൽ യൂട്ടൻസിൽസ് ഒക്കെ ഇരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നും ഡിസസംബിൾ ചെയ്ത് അൺഅസംബിൾ ചെയ്ത് അതിന്റെ പാർട്സ് ആക്കി അതിനെ മാറ്റി അതിനെ പുറത്തു കൊണ്ടുപോയി കഴുകി വന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ക്ലീനിങ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. മറിച്ച് ക്ലീനിങ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടെ എക്യുപ്മെന്റ്സ് എല്ലാം ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ വെച്ച് തന്നെ നമുക്ക് കൂടുതൽ അഴിക്കലും പിടിക്കലും ഒന്നുമില്ലാണ്ട് തന്നെ ക്ലീൻ ചെയ്ത് വിടാവുന്ന ഒരു സിസ്റ്റമാണ് CIP എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മെഷീൻസിനൊക്കെ നോർമലി CIPക്ക് കൂടുതൽ ഡിസൈറബിൾ ആയിരിക്കണം മെഷീൻസ് എല്ലാം. നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് വാങ്ങിക്കുന്ന ടൈപ്പ് ഓഫ് മെഷീൻസ് എല്ലാം ക്ലീനിങ് ഇൻ പ്ലേസ് ചെയ്യാൻ കെൽപ്പുള്ള മെഷീൻസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ CIP സ്റ്റാൻഡ്സ് ഫോർ ക്ലീനിങ് ഇൻ പ്ലേസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഡാഷ് ടൈപ്പ് ഓഫ് മെംബ്രെയിൻ ആർ യൂസ്ഡ് ഇൻ RO systems. ലാസ്റ്റ് ക്ലാസ്സിൽ 8th ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? എനിക്കൊന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ആകെ 1-2 കുട്ടികൾ ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. മെംബ്രെയിൻ കോൺഫിഗറേഷൻ പഠിപ്പിച്ചു നമ്മൾ. നേരത്തെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ബാച്ച് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ഏതാന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഏതാ? പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ടൈപ്പ് ആണ് നോർമലി ബാച്ച് ടൈപ്പിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല. RO സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ട്യൂബുലാർ ടൈപ്പ് ആണ്. ട്യൂബുലാർ ടൈപ്പ് കോൺഫിഗറേഷൻ ആണ് നോർമലി നമ്മളുടെ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ. Tubular type is one of the most used configuration in reverse osmosis system. ഇത് നമ്മൾ അവസാനം പറഞ്ഞ ഒരു സാധനമാണ് ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്. ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഇത് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഓപ്ഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടി ഞാൻ ഇതിന്റെ തിയറി എടുത്താണ്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടായിരുന്നപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടാവുക പഠിച്ച സമയത്ത്? കംപ്രസിബിൾ ആണോ? ഓക്കെ, നമുക്ക് ന്യൂട്ടൺ ഫ്ലൂയിഡ്സ്, നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ന്യൂട്ടൺ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാല്? ഷിയർ റൈസിനനുസരിച്ചിട്ട് അതിന്റെ ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അതായത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരും, എന്തായിരിക്കും ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ആർക്കെങ്കിലും അറിയോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന്? എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് അതായത് ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന് നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറും. ആ ഷേപ്പ് മാറില്ല. ആ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്രത്തോളം വെലോസിറ്റിക്ക് ആ പർട്ടിക്കുലർ ലെയേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ്. ഈ റൂള് അനുസരിക്കുന്ന ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഓക്കെ, ഈ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ അനുസരിക്കുന്ന ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അനുസരിക്കാത്ത ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരായിരിക്കും എന്തായിരിക്കും? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഒരുപാട് തരത്തിലുണ്ട്. സ്യൂഡോപ്ലാസ്റ്റിക് ഉണ്ട്, സ്യൂഡോപ്ലാസ്റ്റിക്സ് ഉണ്ട്, ബിങ്ഹാം പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് ഉണ്ട്.
അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. അതിനകത്ത് ബിങ്ഹാം പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആലോചിക്കണം, നമ്മളുടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിക്കുന്നുണ്ടോ അനുസരിക്കുന്നില്ലയോ എന്നതിനനുസരിച്ച് ഫ്ലൂയിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും ഒന്ന് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോയിനെ അനുസരിക്കുന്ന ഫ്ലൂയിഡ്സിനാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അവരിൽ ഷിയർ സ്ട്രെസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വെലോസിറ്റി ഗ്രേഡ് കൂടുന്നു. എത്രത്തോളം വെലോസിറ്റിക്ക് ചേഞ്ച് മാറുന്നു അത്രത്തോളം അവരിൽ പ്രസന്റ് ആയിരിക്കുന്ന ഷിയർ കൂടി വരുന്നു. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ അനുസരിക്കാത്ത സാധനങ്ങളെയാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അവരെ നമുക്ക് ഡിഫറെന്റ് തരത്തിരിക്കാൻ പറ്റും. ബിൻഹാം പ്ലാസ്റ്റിക്സ് എന്ന് തിരിക്കാൻ പറ്റും, ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാൻ പറ്റും, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് വിളിക്കാൻ പറ്റും. ഇതിനകത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി മാറുന്നതനുസരിച്ച് അല്ല വെലോസിറ്റി ഗ്രേഡിയന്റ് മാറുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടുന്ന ഷിയർ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടുന്ന സാധനങ്ങളെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നു. വെലോസിറ്റി കൂടുതൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റി കുറയുന്ന സാധനങ്ങളെ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് മാറുന്ന സാധനങ്ങളെ ബിൻഹാം പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കും. സോ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡൈലാക്റ്റന്റ് ഫ്ലൂയിഡ്സ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. If the Reynolds number falls between 2000 and 4000, the flow is called as ഏതായിരുന്നു? എല്ലാരും പ്ലസ് 2 പഠിക്കുന്ന സാധനമാണ്. എന്തായിരുന്നു റെയ്നോൾഡ്സ് നമ്പർ? 2000, 2000 തൊട്ട് 4000, 4000 മുകളിൽ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അന്നൊരു ബോയ് പ്രസന്റ് ആയിരുന്നു നമ്മളുടെ ഇന്ന് ക്ലാസ്സിൽ നിന്നുണ്ടെന്ന് തോന്നുന്നു. ആമിൽ പ്രസന്റ് ആയിരുന്നു. ആമിൽ പറയാൻ പറ്റില്ലേ ഏതാണ് ഫ്ലോ എന്ന്? സ്ട്രീം ലൈൻ ആണോ? ആരെ ചോദിക്കേ? നമുക്ക് ഓക്കെ, ഞാൻ ചെയ്യാം. റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ എന്തിനാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പർ ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. അത് ഫ്ലോയിന്റെ സ്വഭാവത്തിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയിന്റെ സ്വഭാവം എന്താണ് എന്ന് ക്വാണ്ടിഫൈ ചെയ്ത് അതിനെ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെയ്നോൾഡ്സ് നമ്പറിന് പ്രധാനമായിട്ട് 3 റേഞ്ച് ഉണ്ട്. 2000 താഴെ, 2000 തൊട്ട് 4000, 4000 മുകളിൽ. 2000 താഴെ വരികയാണെങ്കിൽ ആ ഫ്ലോനെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്നോ സ്ട്രീം ലൈൻ ഫ്ലോ എന്നോ വിളിക്കുന്നു. 4000 മുകളിലാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്ട്രീം ലൈൻ പല ലെവൽസിലുള്ള ലിക്വിഡ്സിന്റെ പല ലെവൽസും വളരെ ഗ്യാപ്പ് ഇട്ട് തമ്മിൽ കൂടിക്കലരാതെ വളരെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു ലെവലും വേറൊരു ലെയറും തമ്മിൽ പാരലായിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് സ്ട്രീം ലൈൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഫ്ലോ ആണ്. സ്മൂത്ത് ആയിട്ട് പോകുന്ന ഫ്ലോ ആയതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പർ 2000 താഴെ ആയിരിക്കും. അല്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഫോർ ലാമിനാർ ആസ് വെൽ ആസ് സ്ട്രീം ലൈൻ ഫ്ലോ വിൽ ഫോൾ ബിലോ 2000. ഇനി 4000 മുകളിലാണ് റെയ്നോൾഡ്സ് നമ്പർ പോകുന്നതെങ്കിൽ 4000 മുകളിലാണ് റെയ്നോൾഡ്സ് നമ്പർ പോകുന്നതെങ്കിൽ ഈ പല ലെയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ലിക്വിഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കുഴഞ്ഞ് വളരെ കലുഷിതമായിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും ഈ 4000 മുകളിൽ റെയ്നോൾഡ്സ് നമ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. വളരെ കലർപ്പ് കൂടിയ വളരെ കലുഷിതമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പർ 4000 മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോനെ നമ്മൾ ടർബുലന്റ് ഫ്ലോ എന്ന് വിളിക്കുന്നു. ലിക്വിഡിന്റെ ഒരു ലെയറും വേറൊരു ലെയറും തമ്മിൽ നല്ല രീതിയിലുള്ള ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നു, നല്ല രീതിയിലുള്ള കൂടിക്കലർച്ച ഉണ്ടാവുന്നു, ഹൈ വെലോസിറ്റി ഉണ്ടാവുന്നു. അതിനെയാണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ 2000 4000 ഈ പറയുന്ന രണ്ട് കൂട്ടത്തിലൊന്നും പെടാതെ വളരെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ആയിരിക്കും എന്ത്? അപ്പോ ആൻസർ ഏതായിരിക്കും? ട്രാൻസിയന്റ് ഫ്ലോ.
ആൻസർ ആണ് ട്രാൻസിയന്റ് ഫ്ലോ. പേര് തന്നെ ട്രാൻസിയന്റ് ഫ്ലോ. ഒരു ഫ്ലോയിൽ നിന്നും ലാമിനാർ ഫ്ലോയിൽ നിന്നും ടർബുലന്റ് ഫ്ലോയിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നത് ഈ ട്രാൻസിയന്റ് ഫ്ലോ വഴിയാണ്. അതുകൊണ്ട് തന്നെ 2000 താഴെ ആയാൽ ലാമിനാർ ഫ്ലോ, 4000 മുകളിൽ ആയാൽ ടർബുലന്റ് ഫ്ലോ. ഇതിനിടയിൽ നിൽക്കുന്ന ട്രാൻസിഷൻ നടക്കുന്ന ഫ്ലോ ആണ് ട്രാൻസിയന്റ് ഫ്ലോ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ട്രാൻസിയന്റ് ഫ്ലോ. ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ്. നേരത്തെ നമ്മൾ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് പഠിച്ചു, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് പഠിച്ചു. എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണോ? എന്തായാലും ഒരു ഓപ്ഷൻ അല്ല. അത് ഏതായിരിക്കും? ഒരെണ്ണം നമുക്ക് സുഖമായിട്ട് തള്ളിക്കളാവുന്ന ഒരു ഓപ്ഷൻ ഏതായിരിക്കും? Dilatant fluid. Dilatant fluids. Dilatant fluids are also called as Shear thickening fluid. വേറൊരു സാധനം കൂടി നമുക്ക് സുഖമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലേ? Pseudoplastic. പ്ലാസ്റ്റിക് ആണോ? ശ്രദ്ധിച്ചു നോക്കൂ ഓപ്ഷൻസ്. നേരത്തെ പറഞ്ഞ തിയറി ഞാനിപ്പോ ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ തിയറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നമുക്ക് സുഖമായിട്ട് എടുത്ത് കളയാം. കാരണം എന്തുകൊണ്ടാ? Newton law of viscosity obey ചെയ്യുന്ന. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നത് കൊണ്ട് ന്യൂട്ടൺ ഫ്ലൂയിഡ്സിനെ തിരിച്ചറിയാം. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പോ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് അല്ല, എന്തായാലും നമുക്കറിയാം. കാരണം ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് തന്നെ ഒരു ടൈപ്പ് ഓഫ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ്. അതായത് വെലോസിറ്റി അപ്ലൈ ചെയ്യുന്തോറും വിസ്കോസിറ്റി കൂടി വരുന്ന സാധനങ്ങളെ നമ്മൾ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്സ്. പിന്നെ വരുന്നതാണ് ബിങ്ഹാം പ്ലാസ്റ്റിക്സ് അല്ലെ ബിങ്ഹാം ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ്. ഒരു പരിധി കഴിഞ്ഞ് വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നവരെ അവർ വിസ്കോസിറ്റി കുറഞ്ഞു നിൽക്കുകയും ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് ബിങ്ഹാം ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കി വരുന്ന ഒരു സാധനമാണ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ്. സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ്. നമ്മൾ വെലോസിറ്റി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെയാണ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ്. ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഏതായിരുന്നു? ഡൈലാറ്റന്റ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയിലുള്ളതാണ്. ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ദ പാത്ത് ഓഫ് ദ ഫ്ലൂയിഡ് ഇന്റർസെക്ട്സ് വിത്ത് ഈച്ച് അതർ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യോ? രണ്ട് ലേയേഴ്സ് തമ്മിൽ? ഇല്ല. പകരം ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലോയിലായിരിക്കും? ടർബുലന്റ് ഫ്ലോ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. മേജർ ടൈപ്പ് ഓഫ് നോൺ, ഇത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. നമ്മളുടെ എന്തായിരുന്നു നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡ്സ്? എന്തായിരുന്നു? ന്യൂട്ടൺ ലോ ഒബേ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡ്സ് നിങ്ങൾ നേരത്തെ പഠിച്ച ഏതൊക്കെയായിരുന്നു? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോൺ ന്യൂട്ടൺ ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ഷിയർ തിന്നിങ്, പിന്നെ ഓക്കെ, അതിനകത്ത് ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഏതായിരുന്നു? ഡൈലാറ്റന്റ്, ഷിയർ തിന്നിങ്, സ്യൂഡോപ്ലാസ്റ്റിക്. ഇതിനകത്ത് മേജർ ടൈപ്പ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് മിക്കതും ഫോൾസ് ഇൻ ദ കാറ്റഗറി ഓഫ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ്. അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള type of non-Newtonian fluids, pseudoplastic fluids. Okay, so in shear thinning fluids, as the velocity gradient decreases, എന്തായിരുന്നു വിസ്കോസിറ്റി? ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്. ഷിയർ തിന്നിങ് പേരിൽ തന്നെ ഉണ്ട്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഡിക്രീസസ്, വിസ്കോസിറ്റി ഡിക്രീസസ് ആണോ? ഷിയർ തിന്നിങ് ആണ്. ഷിയർ തിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെലോസിറ്റി അപ്ലൈ ചെയ്യും തോറും എന്താണ് സംഭവിക്കുക? വിസ്കോസിറ്റി കുറഞ്ഞു വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഡിക്രീസ് ചെയ്ത സമയത്ത് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും?
വിസ്കോസിറ്റിക്ക് എന്ന് സംഭവിക്കും, അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റും വിസ്കോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ്. അതായത് അതിനർത്ഥം വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടും തോറും എന്ത് സംഭവിക്കും, വിസ്കോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ചോദ്യത്തിൽ ഇൻ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് ആസ് ദ വെലോസിറ്റി ഗ്രേഡിയന്റ് ഡിക്രീസസ്, വിസ്കോസിറ്റിക്ക് അപ്പൊ എന്താ സംഭവിക്കുക, increases. Answer is option A, that is increases. ഇത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, അന്ന് നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. ബിഹേവിയർ ഓഫ് സ്റ്റാർ സസ്പെൻഷൻ ഈസ്, അവര് ഒരു ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് ആണ്, അല്ലെങ്കിൽ ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ദ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഈസ് മോസ്റ്റ്ലി ഗവേൺഡ് ബൈ, ഏതായിരുന്നു മാസ് ട്രാൻസ്ഫർ മോസ്റ്റ്ലി ഗവേൺ ചെയ്യുന്ന ലോ ഏതായിരുന്നു, ഏതാ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിച്ചു നോക്കി. റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ, ഇത് ഇത്ര പണിയുള്ള ക്വസ്റ്റ്യൻ ആണോ? റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ സിക്സ് ലോ. മാസ് ഡിഫ്യൂസിവിറ്റി ഓഫ് സോളിഡ്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ്, ഇത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. ഡിഫ്യൂസിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനായിരുന്നു, സോളിഡ്സിനാണോ ലിക്വിഡ്സിനാണോ ഗ്യാസിനാണോ? ഏതാണ് ഡിഫ്യൂസിവിറ്റി കൂടുതൽ, സോളിഡ്സിനാണോ ലിക്വിഡ്സിനാണോ ഗ്യാസിനാണോ? ഗ്യാസിന്. സോ സോളിഡ്സിന് വളരെ കുറേ രീതിയിലുള്ള മാസ് ഡിഫ്യൂസിവിറ്റി ഉള്ളൂ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10⁻⁹ to 10⁻⁻². ഫോർ ഗ്യാസസ് ഷ്മിഡിറ്റ് നമ്പർ ഈസ് ഇൻ ദ ഓർഡർ ഓഫ്, എന്താണ് ഈ ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്താണ് ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ? ഷ്മിഡിറ്റ് നമ്പർ, പ്രാൻഡ് നമ്പർ, ലൂയിസ് നമ്പർ, നസൽട്ട് നമ്പർ, ഷെർവുഡ് നമ്പർ, ഇങ്ങനത്തെ ഒരുപാട് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷ്മിഡിറ്റ് നമ്പർ ഓഫ് ഗ്യാസസ് നോർമലി, ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റിനെയും മാസ് ഡിഫ്യൂസിവിറ്റിന്റെയും ഒരു റേഷ്യോനെ പറയുന്നതാണ് ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷ്മിഡിറ്റ് നമ്പർ ഗ്യാസസിന് വരുന്നത് 0.224 എന്നുള്ള റേഞ്ചിലാണ്. ഓക്കെ, ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയും അതുപോലെ തന്നെ ഡിഫ്യൂസിവിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ്. ഇവർക്ക് ഹൈ ഡിഫ്യൂസിവിറ്റി, ഗ്യാസസിന് ഹൈ ഡിഫ്യൂസിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഷ്മിഡിറ്റ് നമ്പർ വളരെ കുറവായിരിക്കും, ദാറ്റ് ഈസ് 0.224. അപ്പേർച്ചർ സൈസ് ഇൻ നോർമൽ ഫിക്സ്ഡ് അപ്പേർച്ചർ സ്ക്രീൻ, ഇത് ഏത് യൂണിറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നതായിരുന്നു? ഈ അപ്പേർച്ചർ മറ്റേ സ്ക്രീൻസ് ഏത് യൂണിറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നതായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ ഏതിനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്? ഫിക്സ്ഡ് അപ്പേർച്ചർ സ്ക്രീനും മറ്റേ നോർമൽ സ്ക്രീൻസും ഏത് യൂണിറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നത്? ഓക്കെ, അത് സോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ക്രീൻസ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ 20 to 125. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷ്മിഡിറ്റ് നമ്പർ ഇൻ മാസ് ട്രാൻസ്ഫർ സിസ്റ്റം. ഷ്മിഡിറ്റ് നമ്പർ എന്താണെന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഷ്മിഡിറ്റ് നമ്പർ, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഓക്കെ, ഷ്മിഡിറ്റ് നമ്പർ നമ്മളുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെയും ഒരു മാസ് ഡിഫ്യൂസിവിറ്റിയുടെയും തരത്തിലുള്ള ഒരു റേഷ്യോനാണ് ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഷ്മിഡിറ്റ് നമ്പർ ഇൻ മാസ് ട്രാൻസ്ഫർ സിസ്റ്റം ഈസ് അനലോഗസ് ടു ഡാഷ് നമ്പർ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. ഷ്മിഡിറ്റ് നമ്പർ എങ്ങനെയാണോ മാസ് ട്രാൻസ്ഫറിൽ ഉള്ളത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഏതാണ്? ആൻസർ ഈസ് പ്രാൻഡിൽ നമ്പർ. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി. ഷ്മിഡിറ്റ് നമ്പറിൽ മാസ് ഡിഫ്യൂസിറ്റി ആണെങ്കിൽ പ്രാൻഡിൽ നമ്പറിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. ഇനി അതിന്റെ റേഷ്യോ ഓഫ് ഷ്മിഡിറ്റ് നമ്പർ ടു പ്രാൻഡിൽ നമ്പറിനെ നമ്മൾ ലൂയിസ് നമ്പർ എന്ന് വിളിക്കും. ഓക്കെ, ലൂയിസ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഇംപ്ലൈസ്. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒരു ആൻസറിൽ നിന്ന് വേണമെങ്കിൽ അത് പറയാം. ഷ്മിഡിറ്റ് നമ്പർ ടു പ്രാൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു ലൂയിസ് നമ്പർ ആണെങ്കിൽ, ആ ലൂയിസ് നമ്പർ 1 കൂടുതലാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓക്കെ, ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞ ലൂയിസ് നമ്പർ ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേ? ഓക്കെ, അത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് നോർമലി ഇത് വരേണ്ടത് ആൻസർ ബി ആണ്.
കാരണം ലൂയിസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്മിഡിറ്റ് നമ്പറിന്റെയും പ്രാൻഡൽ നമ്പറിന്റെയും ഒരു റേഷ്യോനെയാണ് ലൂയിസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഷ്മിഡിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ പ്രാൻഡൽ നമ്പർ. ഷ്മിഡിറ്റ് നമ്പർ ഒരു മാസ് ഡിഫ്യൂഷനെ കാണിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നോർമലി അല്ല, കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹീറ്റ് ഡിഫ്യൂസസ് ഫാസ്റ്റർ ദാൻ മാസ്. എന്ന് ആലോചിച്ച് നോക്കിയേ, കറക്റ്റ് അല്ലേ? ലൂയിസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൂയിസ് നമ്പർ ഈസ് ഈക്വൽ ടു ഷ്മിഡിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ പ്രാൻഡൽ നമ്പർ അല്ലേ? കേൾക്കുന്നില്ലായിരുന്നു? ഹലോ, കഴിയാറായി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Yes, sir. ഓക്കെ, ലൂയിസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷ്മിഡിറ്റ് നമ്പറിന്റെയും പ്രാൻഡൽ നമ്പറിന്റെയും റേഷ്യോ ആണ്. ഷ്മിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഡിഫ്യൂസിവിറ്റി. ഇനി പ്രാൻഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി. അപ്പൊ ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുമ്പോൾ തെർമൽ ഡിഫ്യൂസിറ്റി മുകളിലോട്ട് പോവുകയും കൈനമാറ്റിക് വിസ്കോസിറ്റി രണ്ട് സ്ഥലത്തും വെട്ടിപ്പോവുകയും തെർമൽ ഡിഫ്യൂസിവിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഡിഫ്യൂസിവിറ്റി എന്ന രീതിയിൽ നമുക്ക് ലൂയിസ് നമ്പറിനെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ലൂയിസ് നമ്പർ 1 മേളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഹീറ്റ് ഡിഫ്യൂഷൻ കൂടുതലാണ്. ഓക്കെ, ഷെർവുഡ് നമ്പർ ഇസ് ഇൻ മാസ് ട്രാൻസ്ഫർ ഇസ് അനലോഗസ് ടു നസൽറ്റ് നമ്പർ. എല്ലാവർക്കും അറിയാം. The diffusion coefficient of hydrogen gas, വളരെ ഫാക്ച്വൽ ആയിട്ടൊരു കാര്യമാണ്. 61.1 × 10⁶. ഇത് വേണമെങ്കിൽ പറയാലോ. സെപ്പറേറ്റഡ് സോളിഡ്സ് ഇൻ ഫിൽട്രേഷൻ എന്താണ്? ഫിൽട്രേഷൻ റൈറ്റ് ആണോ? ഫിൽട്ടർ പേപ്പറിന്റെ മുകളിൽ, ഫിൽട്ടർ മീഡിയത്തിന്റെ മുകളിൽ തങ്ങി പിടിച്ചിരിക്കുന്ന സോളിഡ്സ് എന്താണ്? ഫിൽറ്റർ കേക്ക്. ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ദ സ്റ്റീം കൺസംഷൻ ഈസ് ഡാഷ് കിലോഗ്രാം പെർ ഹവർ ഇൻ റിവേഴ്സ് ഓസ്മോസിസ്. അതിനും പറയാൻ പറ്റുമോ? ലോജിക്കലായിട്ട് ക്വസ്റ്റൻ ആണ്. ആർക്കെങ്കിലും പറയാം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കഴിയാറായി ക്വസ്റ്റ്യൻസ്. ഒന്നോ രണ്ടോ കൂടി ഉള്ളൂ. സ്റ്റീം കൺസംഷൻ ഈസ് ഡാഷ് കിലോഗ്രാം പെർ ഹവർ ഇൻ റിവേഴ്സ് ഓസ്മോസിസ്. ഏതായിരുന്നു? റിവേഴ്സ് ഓസ്മോസിസ് സ്റ്റീം കൺസ്യൂം ചെയ്യുന്നുണ്ടോ? സ്റ്റീം ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസിൽ? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഫിൽട്രേഷന്റെ കേസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ടൈപ്പ് ഓഫ് ഫൗളിംഗ് ദാറ്റ് occurs in the membrane due to accumulation of microorganisms. അതൊക്കെ അറിയാവുന്ന വിചാരിക്കുന്നു. ഏതായിരുന്നു? ബയോഫൗളിംഗ്. എ മോഡിഫൈഡ് ഫോം ഓഫ് അൾട്രാ ഫിൽട്രേഷൻ ഏതാണ്? ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. സോ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അത്യാവശ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് എല്ലാവരും? തിയറി പാട്ടും ക്വസ്റ്റ്യൻ പാട്ടും ഒക്കെ Yes, sir. ഓക്കെ. താങ്ക് യു ഓൾ.